രാജ്യസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് പാർട്ടിക്ക് നിലവിലുണ്ടായിരുന്ന രാജ്യസഭ അംഗീകാരം തുടർന്നു പോകുന്നതിനുള്ള അവസരം ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. LDFൻ്റെ യോഗം കഴിഞ്ഞ് ഇക്കാര്യം പാർട്ടി ചെയർമാൻ അറിയിച്ചിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ പാർലമെൻ്ററി പാർട്ടി യോഗം പെട്ടെന്ന് തന്നെ ഞങ്ങളിവിടെ ചേരുകയായിരുന്നു. കേരള കോൺഗ്രസ് പാർട്ടി ഇക്കാര്യത്തിൽ കാണുന്ന യഥാർത്ഥ സന്തോഷം വെളിപ്പെടുത്തേണ്ടതായിട്ടുള്ളത് CPM-ഉം ഈ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കക്ഷിയും മുഖ്യമന്ത്രിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ കക്ഷികളും ഇക്കാര്യത്തിലെടുത്ത സമീപനത്തിലുള്ള സംതൃപ്തിയാണ് ഞങ്ങൾക്ക് അറിയിക്കാനായിട്ടുള്ളത്. കേരള കോൺഗ്രസ് പാർട്ടിയുടെ രാജ്യസഭാ സ്ഥാനാർത്ഥിയായി പാർട്ടിയുടെ അനിഷേധ്യനായ ചെയർമാൻ ജോസ് കെ മാണിയെ കേരള കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടി യോഗം ചേർന്ന് തീരുമാനിക്കുകയായിരുന്നു. ആ തീരുമാനം ജനാധിപത്യത്തിനും മതേതരത്വത്തിനും അദ്ദേഹം ഇന്ത്യൻ പാർലമെൻറ്റിൽ നൽകിയിട്ടുള്ള സേവനങ്ങളും പ്രവർത്തനങ്ങളും വിലയിരുത്തപ്പെടും. ഏതൊരു സംഭവത്തിലും കേരള പൊതുസമൂഹത്തിൻ്റെ വിഷയങ്ങൾ പാർലമെൻറ്റിൽ എത്തിക്കുന്നതിനും അത് ശ്രദ്ധേയമായി അത് ചർച്ച ചെയ്യപ്പെടുന്നതിനും ഒട്ടനവധി അവസരങ്ങൾ രൂപപ്പെടുത്താൻ അദ്ദേഹത്തിന് പാർലമെൻ്ററി ജനാധിപത്യത്തിൽ ഉയർന്ന മൂല്യബോധം ഉയർത്തി മുന്നോട്ട് പോകാൻ സാധിച്ചു എന്നുള്ളതിൽ അത് തുടർന്നും ഇന്ത്യൻ പാർലമെൻറ്റിൽ സജീവ സാന്നിധ്യമായി നിൽക്കാൻ സാധിക്കുന്നു എന്നുള്ളതിലുള്ള സന്തോഷമാണ് ഞങ്ങൾക്കുള്ളത്. തീർച്ചയായിട്ടും കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും ആഗ്രഹിക്കുകയും കേരള കോൺഗ്രസ് പാർട്ടിക്ക് ഏറെ സന്തോഷം നൽകുകയും ചെയ്യുന്ന ഒരു തീരുമാനമായി ഞങ്ങളിതിനെ കാണുന്നു. ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിൽ മതേതരത്വത്തിന് വേണ്ടിയുള്ള ജനാധിപത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ജോസ് കെ മാണിക്ക് ഇനിയും ഏറെ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. അതിന് തുടർച്ചയായിട്ട് അവസരം നൽകിയതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടും ആ കക്ഷിക്ക് നേതൃത്വം കൊടുക്കുന്ന CPM-നോടും ബഹുമാനായ മുഖ്യമന്ത്രിയോടും പാർട്ടിക്കുള്ള നന്ദി കൂടി ഈ സന്ദർഭത്തിൽ അറിയിക്കാൻ ഉപയോഗിക്കുകയാണ്.